കഥയായി. അടിമകളെങ്ങനെ ഉടമകളായി അടിച്ചമർത്തൽ കഥയായി. അടിമകളെങ്ങനെ ഉടമകളായി അടിച്ചമർത്തൽ കഥയായി. അടിമകളെങ്ങനെ ഉടമകളായി അടിച്ചമർത്തൽ കഥയായി. ഇനി ആരെങ്കിലും എത്താനുണ്ട് വേദിയിൽ? പ്ലീസ് എത്തിച്ചേരുക. ഞാൻ എനിക്ക് നൽകിയ ഒരു ദൗത്യം സമാപിച്ചിരിക്കുകയാണ്. ഇനി ഞാൻ ഈ മൈക്ക് നമ്മുടെ എബ്രഹാം സാറിന്റെ കയ്യിലേക്ക് കൈമാറുന്നു. താങ്ക് യു തുളസി. മലയാളം മിഷന്റെ പ്രതിഭാന്വേഷണം തെലങ്കാന ചാപ്റ്ററിലേത് ഇവിടെ അവസാനിക്കുന്നില്ല. ഇത് ഞങ്ങൾ തുടരും. മുരുകൻ സാറിനോട്, സാർ, അങ്ങയുടെ കവിതാ സാഗരത്തിൽ മുങ്ങിത്തപ്പിയ മലയാളം മിഷന്റെ തെലങ്കാന ചാപ്റ്ററിലെ കുടുംബാംഗങ്ങൾ കണ്ടെത്തിയ ചില മുത്തുകളാണ് ഇന്നിവിടെ അവതരിപ്പിച്ചത്. അങ്ങേക്ക് ഇതിനോട് എങ്ങനെ പ്രതികരിക്കാം എന്നുള്ള ഒരു ചോദ്യം. രണ്ടാമത് മറ്റൊരു ചോദ്യം, ലോകത്തെമ്പാടുമുള്ള മലയാളികൾ അങ്ങയുടെ കവിതകളെ നെഞ്ചിലേറ്റതാണ്. ഈ അവസരത്തിൽ ഇവിടെയുള്ള മലയാളികൾക്കായി ഞാൻ അങ്ങയോട് ചോദിക്കുന്നു, ഞങ്ങൾ അങ്ങേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കവിത ഇവിടെ ചൊല്ലണമെന്ന് പറഞ്ഞാൽ അത് ഏത് കവിതയായിരിക്കും? ആദ്യം ചോദിച്ച ചോദ്യത്തിന് ആദ്യം പറയാം. മലയാളത്തിൽ മുരുകൻ കാട്ടാക്കടയ്ക്ക് നോബൽ പ്രൈസ് കിട്ടിയിരിക്കുന്നു. അല്ല, ഇത്രയും കേട്ട് പോരാ, ഒന്നുകൂടെ പറയാം. അതായത് ഈ ചൊൽക്കവിത എന്ന പേരിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട കവിതകളാണ് എൻ്റെത്. അതായത് ഞാൻ അത് ഒരു അംഗീകാരമായി കാണുന്നതാണ്. അതിന്റെ സാക്ഷാത്കാരമാണ് ഇപ്പോൾ ഇന്ന് കണ്ടത്. അതായത് പണ്ട് പൂന്താനത്തിന് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. പൂന്താനം നമ്പൂതിരി അദ്ദേഹം ജ്ഞാനപ്പാന എഴുതുന്ന കാലത്ത് അദ്ദേഹത്തെ മാറ്റി നിർത്തിയിരുന്നു. കാരണം അദ്ദേഹം പച്ച മലയാളത്തിൽ എഴുതി എന്നുള്ളതായിരുന്നു. അന്ന് ഈ മാർക്സിസം എന്ന വാക്ക് ഈ മക്കളുടെ വായിൽ നിന്ന് വരുമെന്ന് നിങ്ങൾ ആരെങ്കിലും വിചാരിച്ചോ? കാരണം വളരെ പാടുള്ളൊരു വാക്കല്ലേ മാർക്സിസം എന്ന വാക്ക്. അപ്പോ എന്താണ് ഈ കുഞ്ഞിന് അറിയില്ല ഈ മാർക്സിസം. പക്ഷെ നാളെ മറ്റന്നാൾ അതിനെക്കുറിച്ചൊരു വർത്തമാനം നാളെ മറ്റന്നാൾ ഉണ്ടാകും. അതിനൊരു മുന്നൊരുക്കമാണ് ഈ കവിതകളെല്ലാം. ഉയർച്ച താഴ്ചകൾക്ക് അതീതമായ സ്നേഹമേ ഗാന്ധിസം എന്ന് പറഞ്ഞാൽ ഈ മക്കൾക്കറിയില്ല. പക്ഷെ അതിനൊരു കവിതയിലാക്കി കൊടുത്താലുണ്ടല്ലോ അവർ കൊണ്ടു നടക്കും. കുറെ കാലം കഴിയുമ്പോൾ അവർ ആലോചിക്കും, ഇതെന്താ ഗാന്ധിസം, ഇതെന്താ മാർക്സിസം എന്നൊക്കെ. ഒരു ആശയബോധമുള്ളൊരു സമൂഹം ഉണ്ടാകാതിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ആൾക്കൂട്ടമായി മാറും. മക്കൾ എണീറ്റോ എണീറ്റോ. ഉയർച്ച താഴ്ചകൾ ഓക്കെ. അപ്പൊ അതുകൊണ്ട് ജനകീയത പറയുന്നത് ഒരു അപരാധമല്ല. കൂടെയല്ല പിറക്കുന്ന നേരത്ത്, കൂടല്ല മരിക്കുന്ന നേരത്ത്, മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നത് എന്തിന് നാം വൃഥ എന്ന് 18-ാം നൂറ്റാണ്ടിന്റെ അവസാനം പൂന്താനം അതിപ്പോഴും നിൽക്കുന്നുണ്ട്. അതേ സമയത്ത് എഴുതിയ വലിയ കാര്യങ്ങളൊന്നും നമ്മുടെ കയ്യിലില്ല. അന്നുണ്ടായിരുന്ന
വലിയ കക്ഷികളുടെ ഒന്നും ഒരു വാക്കുപോലും നമ്മുടെ കയ്യിലില്ല. കൂടെയല്ല പിറക്കുന്ന നേരത്ത്, കൂടെയല്ല മരിക്കുന്ന നേരത്ത്, കൂടെയല്ല പിറക്കുന്ന നേരത്ത്, കൂടെയല്ല മരിക്കുന്ന നേരത്ത്, മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്ത്, മത്സരിക്കുന്നതെന്തിനു നാം വൃഥാ. 18-ാം നൂറ്റാണ്ടിന് മുമ്പ് ഒരാൾ കോമ്പറ്റീഷനെ കുറിച്ച് പറഞ്ഞതാണ്. അപ്പൊ അതുകൊണ്ട് വർത്തമാനം പറഞ്ഞുകൊണ്ടേയിരിക്കുക, സംസാരിച്ചുകൊണ്ടേയിരിക്കുക, നമുക്ക് നല്ല ഗംഭീരമായ ഒരു ഭാഷയുണ്ട് എന്നൊരു തോന്നൽ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുക, അതിലൂടെ നമ്മളെ മക്കളെ കടത്തിക്കൊണ്ടേയിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതാണ് മലയാള മിഷൻ ചെയ്യുന്നത്. എനിക്ക് രാധാകൃഷ്ണൻജി ഇവിടെ ഇരിപ്പുണ്ട്. എല്ലാവരെയും എനിക്ക് വലിയ ഇഷ്ടം. ഉദയൻ ഉണ്ടോ? ഉദയനോട് പ്രദീപ് എവിടെ? പ്രദീപ് വാ. ഇവരെ 3 പേരെയും ഞാൻ എന്റെ ഹൃദയം കൊണ്ട് കെട്ടിപ്പിടിക്കുകയാണ്. ഈ മക്കളോടൊപ്പം എനിക്ക് നിൽക്കാൻ അവസരം ഉണ്ടാക്കിയത് ഏറ്റവും പ്രധാനപ്പെട്ട ഇവർ 3 പേരാണ്. എന്താണ് അവർ അനുഭവിക്കുന്ന ദുഃഖം എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എനിക്ക് വലിയ സന്തോഷം. എന്റെ കവിതയ്ക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു ട്രിബ്യൂട്ടാണ് ഇന്ന് ഇവിടെ കണ്ടത്. കാരണം അങ്ങനെ തിരിച്ചറിയുന്ന ഒരാൾ നാളെ മറ്റന്നാൾ ഉണ്ടാവും എന്ന പ്രതീക്ഷയിലാണ് എല്ലാ പ്രതിഭകളും എല്ലാ ക്രിയേറ്റിവിറ്റിയും നടന്നുകൊണ്ടേയിരിക്കുന്നത്, സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നത്. പിന്നെ നേരത്തെ ഒരു കാര്യം ഇബ്രാഹിംജിയാണ് പറഞ്ഞത്. ആരോ ഒരാള് അനൗൺസ് ചെയ്യുന്ന ആരാണ് സംസാരിച്ചവരാണ്? തത്വസി എവിടെയാണ്? അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഞാൻ കവിയായി അടയാളപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. അല്ലാതെ നാളെ മറ്റന്നാൾ ഞാൻ ചത്തുപോയതിനു ശേഷം വർത്തമാനം പറയാനാണ്, അവിടെ കൂടെ നിൽക്കാനാണ്. ജീവിക്കുന്ന വർത്തമാന കാലത്തിൽ കവി എന്ന തിരിച്ചറിവ് എനിക്ക് ഉണ്ടാവുക തന്നെ വേണം. ആ അർത്ഥത്തിൽ തന്നെയാണ് ഞാൻ പോകുന്നത്. ഇപ്പൊ ഞാൻ പ്രതീക്ഷിക്കാതെ, ഞാൻ ഇവിടെ ഒരു വാക്കുപോലും ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല. നേരത്തെ ഇവരോട് ആരോടും ഈ കാര്യങ്ങളെ കുറിച്ച് സംസാരിച്ചിട്ടേ ഇല്ല. മറ്റൊരു വേദന ഞാൻ പറയാം. മലയാള മിഷൻ എന്റെ ഒരു സർക്കാർ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് എനിക്ക് കിട്ടിയ ചുമതലയാണ്. അത് വെച്ചുകൊണ്ട് എന്റെ കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്യുന്നത് എനിക്ക് തീരെ ഇഷ്ടമില്ല. പക്ഷെ അങ്ങനെയാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. അത് എന്നോടുള്ള സ്നേഹം കൊണ്ടാണ് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ അതിനോടൊപ്പം നിൽക്കുന്നത്. പ്രിയപ്പെട്ടവരെ, സത്യത്തിൽ അങ്ങനെ സംഭവിക്കേണ്ട ഒരു കാര്യമായി ഇന്ന് ഞാൻ കാണുന്നില്ല. കാരണം അത് എന്നെ സംബന്ധിച്ചിടത്തോളം അത് വേറൊരു കാര്യമാണ്. നാളെ മറ്റന്നാൾ മലയാള മിഷൻ ഡയറക്ടർ എന്ന രീതിയിൽ ഞാൻ തിരിച്ചറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നേയില്ല എന്ന കാര്യം കൂടി അറിയണം. ഒരു കവി എന്ന രീതിയിൽ, വാക്കുകൊണ്ട് ഹൃദയത്തിൽ തൊട്ട ഒരാളെന്ന രീതിയിൽ നിങ്ങളുടെ ഹൃദയത്തിൽ നിൽക്കാൻ കഴിയട്ടെ എന്ന് വിചാരിക്കുന്നു. എല്ലാരും ചൊല്ലണ്, എല്ലാരും ചൊല്ലണ്, കല്ലാണി നെഞ്ചിലെന്ന്, കരിങ്കല്ലാണി കരിങ്കല്ലാണി നെഞ്ചിലെന്ന്, ഞാനൊന്നു തൊട്ടപ്പം നീലെ എന്തിനു നോക്കണ്, എന്തിനു നോക്കണ് ചന്തീരാ നീ ഞങ്ങളെ. ലോകത്തിലെ ഏറ്റവും ഗംഭീരമായ റെൻഡറിങ്ങിന് സാധ്യതയുള്ളൊരു ഭാഷയാണ് നമ്മുടെ മലയാളം. അതിന് നാളെ മറ്റന്നാൾ മക്കളെല്ലാം നിലനിർത്തണം കേട്ടോ. അതിൽ എല്ലാവരുടെയും കവിതകൾ വായിക്കണം, എല്ലാവരുടെയും വാക്കുകൾ കേൾക്കണം, പുസ്തകങ്ങൾ മലയാളത്തിൽ തന്നെ വായിക്കണം കേട്ടോ. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ. ചെമ്പക പൂങ്കാട്ടിലെ ഒരു കാര്യം ഞാൻ സത്യമായിട്ട് ഞാൻ മലയാളം പഠിച്ചിട്ടേ ഇല്ല കേട്ടോ. മലയാളം പഠിച്ചിട്ടുണ്ട്. എന്റെ വിഷയം ഇക്കണോമിക്സാണ്. സാമ്പത്തിക ശാസ്ത്രം പ്രീ ഡിഗ്രി മുതൽ പഠിക്കുകയും സാമ്പത്തിക ശാസ്ത്രത്തിൽ തന്നെ ഡിഗ്രി എടുക്കുകയും മാസ്റ്റർ ഡിഗ്രിക്ക് എടുക്കുകയും BEd എടുക്കുകയും അധ്യാപകനാവുകയും അതിനകത്ത് ബാക്കി കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് നേരിട്ട് ഭാഷ അക്കാദമിക്കായിട്ട് ഞാൻ പഠിച്ചിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ അതിനെക്കുറിച്ച് ഒരു കാരണവശാലും ചിന്തിക്കരുത്. ഇങ്ങനെ എനിക്ക് മലയാളം അറിയില്ല അങ്ങനെയൊന്നും ഇല്ല കേട്ടാ. ഓർത്തോണം കേട്ടാ. ചം ചം നീ പാടാതെ പാട്ടിൽ ഈ ചോളങ്ങൾ ചാടും ചന്തം. ഉദയനൊരു ഹായ് പറയും. ഉദയ അങ്കിളിനൊരു ഹായ് പറയും. പ്രദീപ് അങ്കിളിനൊരു ഹായ് പറയും. രാധാശങ്കറിനൊരു ഹായ് പറയും. ഭാഷ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നാളെയും മറ്റന്നാളും നിങ്ങളുടെ ഹൃദയത്തിൽ അങ്ങനെ തന്നെ ഇരിക്കട്ടെ. രേണുക എന്ന എന്റെ കവിത ഞാൻ ഇപ്പോൾ എഴുതി. 25 വർഷങ്ങൾക്ക് ശേഷം നിങ്ങളുടെ മക്കൾക്ക് മലയാളത്തിൽ രേണുക പോലൊരു കവിത എഴുതുന്നു തോന്നിയാൽ ആ ഭാഷ അവിടെ തന്നെ ഉണ്ടാകട്ടെ. ആശംസകൾ.
എനിക്ക് പറ്റിയില്ലേ നിങ്ങൾ കൂടെ ചൊല്ലാം. രേണുക്കേ നീ രാഗരേണു കിനാവിന്റെ നീലക്കടമ്പിൻ പരാഗരേണു പിരിയുമ്പോഴേക്കോ നനഞ്ഞ് കൊമ്പിൽ നിന്നു നിലതെറ്റി വീണ് രണ്ടിലകൾ നമ്മൾ. രേണുകേ നീ രാഗരേണു കിനാവിന്റെ നീലക്കടമ്പിൻ പരാഗരേണു പിരിയുമ്പോഴേക്കോ നനഞ്ഞ കൊമ്പിൽ നിന്നു നിലതെറ്റി വീണ രണ്ടിലകൾ നമ്മൾ. രേണുകേ നാം രണ്ടു മേഘശകലങ്ങളായി അകലേക്കു മറയുന്ന ഘനഭംഗികൾ. മഴവില്ലു താഴെ വീണുടയുന്ന മാനത്ത് വിരഹമേഘ ശ്യാമഘനഭംഗികൾ. അങ്ങനെയല്ല, ഈ താളത്തിൽ പിരിയുന്നു രേണുകേ പിരിയുന്നു രേണുകെ നാം രണ്ടു പുഴകളായി ഒഴുകിയകലുന്നു നാം പ്രണയശൂന്യം. ജലമുറഞ്ഞൊരു ദീർഘശില പോലെ നീ വറ്റി മറുതിയായി ജീർണമായി മൃതമായി ഞാൻ. ഓർമ്മിക്കുവാൻ ഞാൻ നിനക്കെന്തു നൽകണം, ഓർമ്മിക്കണം എന്ന വാക്കുമാത്രം. എല്ലാവരും ഓർമ്മിക്കുവാൻ ഞാൻ നിനക്കെന്തു നൽകണം, ഓർമ്മിക്കണം എന്ന വാക്കുമാത്രം. ഓർമ്മിക്കുവാൻ ഞാൻ നിനക്കെന്തു നൽകണം, ഓർമ്മിക്കണം എന്ന വാക്കുമാത്രം. എന്തെങ്കിലും വീണ്ടും എവിടെ വച്ചെങ്കിലും കണ്ടുമുട്ടാം എന്ന വാക്കുമാത്രം. ആളെ പ്രവേശതൻ കുങ്കുമപ്പൂവായി നാം കടം കൊള്ളുന്നതിത്രമാത്രം. രേണുകേ രേണുകേ നാം രണ്ടു നിഴലുകൾ, ഇരുളിൽ നാം രൂപങ്ങളില്ലാക്കിനാവുകൾ. പകലിന്റെ നിറമാണ് നമ്മളിൽ ദിനവും നിരാശയും. കണ്ടുമുട്ടുന്നു നാം വീണ്ടും ഈ സന്ധ്യയിൽ വർണ്ണങ്ങൾ വറ്റുന്ന കണ്ണുമായി. കണ്ടുമുട്ടുന്നു നാം വീണ്ടും ഈ സന്ധ്യയിൽ വർണ്ണങ്ങൾ വറ്റുന്ന കണ്ണുമായി. നിറയുന്നു നീ എന്നിൽ നിന്റെ കൺമുനകളിൽ നിറയുന്ന കണ്ണു നീ ഉള്ളി പോലെ. ഭ്രമമാണു പ്രണയം വെറും ഭ്രമം, വാക്കിന്റെ വിരുദിനാൽ തീർക്കുന്ന സ്ഫടിക സൗധം. ഭ്രമമാണ് പ്രണയം വെറും ഭ്രമം, വാക്കിന്റെ വിരുദിനാൽ തീർക്കുന്ന സ്ഫടിക സൗധം. എപ്പോഴോ തട്ടി തകർന്നു വീഴുന്നു നാം, നഷ്ടങ്ങൾ അറിയാതെ നഷ്ടപ്പെടുന്നു നാം. സന്ധ്യയും മഞ്ഞു നിഴൽ മങ്ങി നോവിന്റെ മൂകാന്ധകാരം അനക്കുന്ന രാവതിൽ എന്നിൽ രൂപങ്ങളില്ല കലങ്ങളും. നമ്മൾ നിന്നു നിശബ്ദ ശബ്ദങ്ങളാൽ പകലു വറ്റി കടന്നുപോയി കാലവും. പ്രണയമൂറ്റി ചിരിപ്പുരൗദ്രങ്ങളും പുറകിലാരു വിളിച്ചതായി തോന്നിയോ, പ്രണയമരുതന്നുരച്ചതായി തോന്നിയോ, പ്രണയമരുതന്നുരച്ചതായി തോന്നിയോ. ദുരിത മോഹങ്ങൾക്കു മുകളിൽ നിന്നൊറ്റയ്ക്കു ചിതറി വീഴുന്നതിൻ മുൻവൽപ്പമാത്രയിൽ ക്ഷണികമായെങ്കിൽ നാം കണ്ട കനവിന്റെ മധുരം മിഴിപ്പൂ നനച്ചുവോ രേണുകേ.
രേണുകേ നീ നിലാവിന്റെ നീലക്കടമ്പിൽ പരാഗരേണു പിരിയുമ്പോഴേതോ നനഞ്ഞ കൊമ്പിൽ നിന്നു നിലതെറ്റി വീണ രണ്ടിലകൾ നമ്മൾ മാമലകൾക്കപ്പുറത്ത് മരതക